ഹായ് ഒരുവൺ. നിഫ്റ്റി എല്ലാ ദിവസവും പുതിയ പുതിയ ലോകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നിഫ്റ്റി ഏകദേശം ഒരു 22,780 എന്ന് പറയുന്ന 86 ലെവൽ ലോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 22,900 അതേപോലെ തന്നെ 22,850 റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് ചെറിയൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു അൺസർട്ടനിറ്റി, ഈ വരാൻ പോകുന്ന സാറ്റർഡേ ബജറ്റ് അനൗൺസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ US മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും വരുന്ന ഇംപ്ലിമെൻറ്റേഷൻസ് ഗ്ലോബൽ മാർക്കറ്റിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ലോകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് എങ്ങനെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് നാളത്തേക്കുള്ള ഒരു മാർക്കറ്റിൻ്റെ ലെവൽസും ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഒരു ലാർജർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1990 മാർക്കറ്റ് നിലവിൽ വരുന്ന ഒരു ടൈമിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് 482 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റിൽ നല്ല രീതിയിലൊരു ഡിപ്പ് വന്നു. നല്ല രീതിയിലൊരു ഡിപ്പ് എന്ന് പറയുന്നത് നിയർലി 36% ഡൗൺ സൈഡ് അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു 36% ലോയിൽ നിന്ന് മാർക്കറ്റ് 300% അപ്സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഒരു കറക്ഷൻ സംഭവിച്ചു, ഒരു 54% ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ 2000 നിയർലി 2000 റേഞ്ചിൽ വീണ്ടും മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നിയർലി ഒരു 50% ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ 50യുടെ ലോയിൽ നിന്ന് മാർക്കറ്റ് അതിനുശേഷം 500 അല്ലെങ്കിൽ 600 റേഞ്ച് 600% അപ്സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ഡിപ്പ് 63% ഡിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 23% ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2020 കൊറോണയുടെ ക്രാഷ് വന്ന സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിപ്പാണ്. അന്നേരവും മാർക്കറ്റ് ഏകദേശം നിയർലി 38-40% ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു മാർക്കറ്റ് വിത്തിൻ 4 അല്ലെങ്കിൽ 5 ഇയേഴ്സ് കൊണ്ട് 250% അപ്സൈഡ് മൂവ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു പീരീഡിനിടയിലാണെങ്കിൽ പോലും ഒരു ഹൈയിൽ നിന്ന് വീണ്ടും അതൊരു 15 അല്ലെങ്കിൽ 17% ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഒരു അപ്സൈഡ് മൂവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പം ഏകദേശം 26,000 ടച്ച് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ ഒരു കറക്ഷൻ നോക്കുവാണെങ്കിൽ നിയർലി ഒരു 12% മാത്രമാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് മാർക്കറ്റ് ഒരു ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോയേക്കുന്ന 18% പോലും കറക്റ്റ് ചെയ്തിട്ടില്ല. അവിടേക്ക് എത്തണമെങ്കിൽ ഇനിയും മാർക്കറ്റ് ഒരു 6% കൂടി കറക്റ്റ് ചെയ്താലാണ് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാർക്കറ്റിലൊരു കറക്ഷൻ നോർമൽ ഒരു, അതായത് മാർക്കറ്റ് എന്നാണോ നിലവിൽ വന്ന അന്ന് തൊട്ടേ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഫോർമേഷനിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഒരിക്കലും മാർക്കറ്റ് സ്ട്രെയിറ്റ് അപ്പ് സൈഡിലേക്ക് മാത്രം മൂവ്മെന്റ് ഉണ്ടാവില്ല. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വീഴുന്നത് ഓരോ ഇൻവെസ്റ്റേഴ്സിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പം നിങ്ങൾക്ക് നിഫ്റ്റിക്ക് ഇക്വലൻ്റ് ആയിട്ട് തന്നെ ഒരു മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. ഈ നിഫ്റ്റി ബീസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലെല്ലാം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയും അതിനുശേഷം വീണ്ടും പുതിയ പുതിയ ഹൈകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് കോവിഡിൻ്റെ ടൈമിലാണെങ്കിൽ പോലും 134 നിന്ന് മാർക്കറ്റ് ഏകദേശം 80 മൂവ് ചെയ്ത് അവിടെ നിന്നാണ് ഇപ്പം മാർക്കറ്റ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 257 ട്രേഡ് ചെയ്യുന്നത്. അപ്പം നിഫ്റ്റി മൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നിഫ്റ്റി ബീസിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അനാലിസിസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിഫ്റ്റി ബീസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാം. ഓരോ ഡിപ്പിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും.
കറക്ഷൻ കഴിഞ്ഞിട്ട് എന്തായാലും മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യാനെടുക്കുന്ന പീരീഡ് നേരത്തെയൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ മാർക്കറ്റിൽ 1 ഇയർ 1.5 ഇയർ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ കറക്ഷനും വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റി ബീസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി നിഫ്റ്റിയുടെ ഒരു നാളത്തെ അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്സ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം 18 എബോവ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാതെ കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു അപ്സൈഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,150യും സപ്പോർട്ട് എന്ന് പറയുന്നത് 22,750 ആണ്. അപ്പം ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. മാർക്കറ്റ് അഗ്രസീവായിട്ട് ഇന്ന് തന്നെ നോക്കിയാൽ അറിയാം, മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് വിത്തിൻ മിനിറ്റ്സിൽ തന്നെ അത് ഡൗൺ സൈഡിലേക്ക് ഫോൾ ഉണ്ടായി. അപ്പം ഇങ്ങനത്തെ മാർക്കറ്റ് സിനാരിയോയിൽ ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്.